ശ്രീമേടാ കൊണാട് അപ്ഡേറ്റ് ചോദിക്കുന്നു. കൊറോണ അപ്ഡേറ്റ് ലൊക്കേഷനിൽ നീ വിറ്റല്ലേ? വിറ്റ് അത് പറയാൻ പറ്റിയില്ല. ഇടയ്ക്ക് അച്ഛനൊരു അത്യാവശ്യം വന്ന് വീട് പണിക്ക് അതിന് റവന്യൂ ഒന്ന് മറിച്ച് ചെയ്യാൻ. എടാ കൊണയിൽ നമുക്ക് എല്ലാവരും എത്ര രൂപ കിട്ടിയിട്ടുണ്ടാവും? കൊണയിലെല്ലാം കൂടെ ഒരു 1.4 1,15,000 രൂപ. ഞങ്ങക്ക് കൊണയിൽ നിന്ന് ഫുള്ളി കിട്ടിയ ടോട്ടൽ എത്ര 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 വീഡിയോ ഇട്ടിട്ട് നമ്മള്? അല്ല 1,00,000 ഞാൻ വെച്ച് പറഞ്ഞത് 90,000 രൂപ 88,000 90,000 $1,000 എന്തായുള്ളൂ. ഫെജോടെ പോഡ്കാസ്റ്റിലെ 0 റവന്യൂ. ഫെജോടെ പോഡ്കാസ്റ്റിന് 0 റവന്യൂ ഗൈസ്. എന്താ കാര്യം എന്താ പറയട്ടെ, നമ്മളൊരു പാട്ട് പാടിയില്ലേ, നമ്മൾ കൈകൊട്ടി പാട്ട് പാടിയില്ലേ, പാട്ട് പാടിയതിന് അതിന്റെ ഒറിജിനൽ ക്രിയേറ്ററിന് നമ്മുടെ വ്ളോഗിന്റെ ഫുൾ റവന്യൂ, ആ പോഡ്കാസ്റ്റിന്റെ ഫുൾ റവന്യൂ കരോക്കെ പോലും ഇടാതെ വെറുതെ പാടിയതിന് അവര് കൊണ്ടുപോയി 0 റവന്യൂ. 0 റവന്യൂ, അതിന് 0 റവന്യൂ. അത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവണില്ലടാ. നമ്മൾ വെറുതെ പാടിയാൽ എങ്ങനെയാണ് കോപ്പിറൈറ്റ് കിട്ടണേ? അത് എന്ത് പറയുന്നതാണ് ഞാൻ ആലോചിക്കണേ. പാട്ട് പാടാത്ത ആ പാട്ട് പാടിയതിന് കൊണ്ടുപോയി. എല്ലാം കൂടെ അത്രേ ഉള്ളൂ. മുടി വെട്ടാൻ മുടി വെട്ടണം, മുടി ഒരുപാട് വളർന്നണം, മുടി വെട്ടാൻ പോകണം, നാളെ പോയി മുടി വെട്ടണം. എല്ലാം കൂടെ അതിനകത്ത് അത്രയും വീഡിയോ നമുക്ക് 80 ആ ഒരു റേഞ്ച് കിട്ടിയിട്ടുള്ളത്. നമുക്ക് അല്ല ആകെ ഏറ്റവും കൂടുതൽ കിട്ടിയത് സായിപ്പിന്റെ ഇതിനാണ് കിട്ടിയത്. സായിപ്പിന്റെ ഇതിനാണ് കിട്ടിയത്. ബാക്കിയെല്ലാം നമുക്ക് അത്ര റവന്യൂ ഒന്നും ഇല്ല. അതെ. പിന്നെന്താ, ഞാൻ പിന്നെ കുറച്ച് ബിസി ആയിരുന്നു. ബിഗ് ബോസ് ചേച്ചി കയറി വൈൽഡ് കാർഡ് എൻട്രിയില് ഞാനാണ് അടുത്തത് വരാൻ പോകുന്നത്. ഞാൻ റിവീൽ ചെയ്ത് ഓൾറെഡി ലാലേട്ടനോട് ചോദിച്ചപ്പോൾ പറഞ്ഞോളാം പറഞ്ഞു. അപ്പൊ അതിന്റെ കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾ ഏഷ്യനെറ്റുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നതിന്റെ തിരക്കിലായിരുന്നു. അപ്പൊ ഞാൻ പോവാണ്. നിങ്ങൾ എല്ലാവരും ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം, മനസ്സിലായോ? തിരിച്ചൊക്കെ ഇറങ്ങുമ്പോൾ ഒന്നാലോചിച്ച് കവറി കിട്ടിയ ആൾക്കാർ എയർപോർട്ടിൽ അതൊന്നല്ല കോമഡി ഉണ്ടാ. ലൈവ് ഒക്കെ ഇങ്ങനെ ചെയ്തോണ്ടിരുന്ന സമയത്ത് അതിനകത്ത് പോയിട്ട് ഹെയ്റ്റ് പേജ് തിരിച്ചു വരുമ്പോ ഞാനും 5 പേര് ലൈവ് കാണാം. കിക്കിൽ 30 പേരായിട്ട് കിക്കിൽ 5 മനസ്സിലായതൊക്കെ പറഞ്ഞു. എനിക്ക് മനസ്സിലായോ? അമ്മോ വെജാതിയൊക്കെ. പക്ഷേ എടാ ഞാൻ പറയട്ടെ, ഞാൻ ബിഗ് ബോസിൽ പോയാൽ ഈ മൈലന്മാരൊന്നും വോട്ട് ചെയ്യത്തില്ലടാ. എനിക്ക് ഇവരൊന്നും വോട്ടില്ല, ഉറപ്പായിട്ട് വോട്ട് ചെയ്തില്ല. കാരണം ലൈവ് എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഞാൻ പറയട്ടെ, ഇപ്പൊ എക്സാമ്പിൾ പറയാണ്, ഈ ലൈവ് ചാറ്റിലുള്ളവന്മാരുടെ ഇവനെ ഡെയിലി ഇവന്റെ ബെത്ത ശത്രുവാണെന്ന് വിചാരിച്ചോ. അവൻ ബിഗ് ബോസിലുണ്ട്, അവനെ ജയിപ്പിക്കും. എന്നെ പെട്ടെന്ന് 2 ദിവസത്തിൽ പുറത്താക്കും, വോട്ട് ചെയ്ത് പുറത്താക്കും, സംശയമില്ല. പ്ലീസ് കുറെ പേര് രാവിലെ തൊട്ട് സണ്ണി ചേച്ചിയുടെ നമ്പറൊക്കെ ചോദിച്ച് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. പ്ലീസ്, എനിക്ക് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം അങ്ങനെയാണ്. അത് എനിക്ക് നമ്പർ ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റത്തില്ല, ഞാൻ നമ്പർ തരത്തില്ല. പ്ലീസ്, ഇന്നത്തെ ഓൾറെഡി സണ്ണി ലിയോൺ എനിക്ക് ഷൗട്ട് ഔട്ട് തന്നിട്ടുണ്ടായിരുന്നു കിക്കിന്റെ ലൈവില്. സോ ആ ഒരു നമ്പർ ചോദിച്ച് എന്നെ ബുദ്ധിമുട്ടിപ്പിക്കരുത് കേസ്. അതെനിക്ക് റിവീൽ ചെയ്യാൻ പറ്റത്തില്ല, അതെനിക്ക് തരാൻ പറ്റത്തില്ല. നമുക്ക് ഞങ്ങൾ തമ്മിലുള്ള ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യം. അൽവിന ബ്രോ, താങ്ക് യു സോ മച്ച്.